അസ്സലാമു അലൈക്കും. ക്ലാസ് 5 ലിസാനുൽ ഖുർആനിലെ മൻ ഹാ ഉലായി എന്ന 5-ാമത്തെ പാഠാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. മൻ ഹാ ഉലായി എന്നതിൻ്റെ അർത്ഥം ഇവർ ആരാണ് എന്നതാണ്. ഇവർ ആരാണ്? പാഠം മുഹ്സിൻ എന്നൊരു വിദ്യാർത്ഥിയുടെ കഥയാണ്. നമുക്ക് പാഠം വായിച്ചു നോക്കാം. മുഹ്സിനുൻ ദാരിസും ഫി സ്വഫിൽ ഔവൽ. ഒന്നുകൂടെ വായിക്കാം. മുഹ്സിനുൻ ദാരിസും ഫി സ്വഫിൽ ഔവൽ. മുഹ്സിൻ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. ദാരിസുൻ എന്ന് വെച്ചാൽ വിദ്യാർത്ഥി, ഫി സ്വഫിൽ ഔവൽ 1-ാം ക്ലാസ്സിൽ. അപ്പോൾ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് മുഹ്സിൻ. ലഹു സ്വദീഖുൻ ഹമീമുൻ ഇസ്മുഹു സ്വാലിഹുൻ. എല്ലാവരും ഒന്നുകൂടെ കൂടെ വായിക്കണം. ലഹു സ്വദീഖുൻ ഹമീമുൻ ഇസ്മുഹു സ്വാലിഹുൻ. അവന് സ്വാലിഹ് എന്നു പേരുള്ളൊരു ഉറ്റ സുഹൃത്തുണ്ട്, ആത്മമിത്ര എന്ന് പറയും. സ്വദീഖുൻ ഹമീമുൻ. സ്വദീഖുൻ ഹമീമുൻ എന്നതിൻ്റെ അർത്ഥം ഉറ്റ സുഹൃത്ത് എന്നാണ്. അപ്പോൾ ഒന്ന് അർത്ഥം വെച്ച് നോക്കാം. ലഹു അവനുണ്ട്, സ്വദീഖുൻ ഹമീമുൻ ഉറ്റ സുഹൃത്തുണ്ട്, ഇസ്മുഹു ആ സുഹൃത്തിൻ്റെ പേര് സ്വാലിഹുൻ എന്നാണ്. അപ്പോൾ സുഹൃത്തിൻ്റെ പേര് സ്വാലിഹ്. ദാത യൗമിൻ ഒരു ദിവസം, റജഅ മുഹ്സിനും മിനൽ മദ്റസതി ഹസീനൻ ഒരു ദിവസം വളരെ ദുഃഖത്തോടെ മുഹ്സിൻ മദ്രസയിൽ നിന്ന് തിരിച്ചു വന്നു. ദാത യൗമിൻ ഒരു ദിവസം, റജഅ മുഹ്സിനുൻ മുഹ്സിൻ മടങ്ങി വന്നു, മിനൽ മദ്റസതി മദ്രസയിൽ നിന്ന്, ഹസീനൻ ഹസീനൻ വളരെ ദുഃഖിതനായിട്ട്. ഹസീനൻ എന്നതിൻ്റെ അർത്ഥം വളരെ ദുഃഖിതനായിട്ട്. ഫസഅലഹുൽ അബു യാ ബുനയ്യ മാദാ അസ്വാബക. ഫസഅലഹുൽ അബു യാ ബുനയ്യ മാദാ അസ്വാബക. അപ്പോൾ അവൻ്റെ വാപ്പ അവനോട് ചോദിക്കുകയാണ്, യാ ബുനയ്യ പൊന്നുമകനെ, മാദാ അസ്വാബക നിനക്കെന്തു പറ്റി? മാദാ അസ്വാബക നിനക്കെന്ത് സംഭവിച്ചു എന്നതാണ് അതിൻ്റെ അർത്ഥം. അജാബ മുഹ്സിനുൻ അപ്പോൾ മുഹ്സിൻ മറുപടി പറഞ്ഞു, ജദ്ദു സ്വദീഖി സ്വാലിഹിൻ മരീലുൻ ഹുവ ഫിൽ മുസ്തഷ്ഫ. എൻ്റെ സുഹൃത്ത് സ്വാലിഹിൻ്റെ വല്യപ്പ രോഗിയാണ്, അദ്ദേഹം ഹോസ്പിറ്റലിലാണ്. മുസ്തഷ്ഫ ഹുവ ഫിൽ മുസ്തഷ്ഫ. ഹുവ അദ്ദേഹം, ഫിൽ മുസ്തഷ്ഫ ഹോസ്പിറ്റലിലാണ്. മുസ്തഷ്ഫ എന്നതിൻ്റെ അർത്ഥം ഹോസ്പിറ്റൽ എന്നാണ്. മരീലുൻ മരീലു എന്ന് വെച്ചാൽ രോഗി എന്നാണ് അർത്ഥം. അടുത്ത വരി, ഖാലൽ അബു ഹുവ സ്വദീഖി ശഫാഹുല്ലാ. ഖാലൽ അബു വാപ്പ പറഞ്ഞു, ഹുവ സ്വദീഖി അദ്ദേഹം എൻ്റെ സുഹൃത്തു കൂടെയാണ്. ശഫാഹുല്ലാ അള്ളാഹു അദ്ദേഹത്തിന് രോഗശമനം നൽകട്ടെ. ശഫാഹുല്ലാ രോഗശമനം നൽകട്ടെ. ഇത് കേട്ടപ്പോൾ മുഹ്സിൻ വാപ്പയോട് ചോദിച്ചു, സഅല മുഹ്സിനുൻ യാ അബതി സമിഅതു മിനൽ ഉസ്താദി അന്ന ഇയാദത്തുൽ മരീലി സുന്നത്തുൻ. ഒന്നുകൂടെ വായിക്കാം. സഅല മുഹ്സിനുൻ യാ അബതി സമിഅതു മിനൽ ഉസ്താദി അന്ന ഇയാദത്തുൽ മരീലി സുന്നത്തുൻ. അർത്ഥം ഇങ്ങനെയാണ്. വാപ്പയോട് മുഹ്സിൻ ചോദിക്കുകയാണ്, രോഗിയെ സന്ദർശിക്കുന്നത് സുന്നത്താണെന്ന് ഞാൻ ഉസ്താദിൽ നിന്ന് കേട്ടിട്ടുണ്ടല്ലോ. സമിഅതു ഞാൻ കേട്ടു, മിനൽ ഉസ്താദി ഉസ്താദിൽ നിന്ന്, അന്ന ഇയാദത്തുൽ മരീലി തീർച്ചയായും രോഗിയെ സന്ദർശിക്കുന്നത് സുന്നത്തുൻ സുന്നത്താണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ എന്ന് വാപ്പയോട് ചോദിക്കുകയാണ്. അത് പറഞ്ഞതിന് ശേഷം മുഹ്സിൻ വാപ്പയോട് ഒന്നുകൂടെ പറയുന്നു, ഫമാ റഅയ്യുക്കും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അൻ ഖിയാദത്തി ജദ്ദി സ്വാലിഹിൻ സ്വാലിഹിൻ്റെ വല്യുപ്പയെ കാണാൻ പോകുന്നതിൻ്റെ അഭിപ്രായം എന്താണെന്ന് വാപ്പയോട് ചോദിക്കുകയാണ്. ഖാലൽ അബു മുംതാസൻ സനഊദുഹു ഫിൽ മസാഇ ഇൻഷാ അല്ലാഹ്. ഖാലൽ അബു വാപ്പ പറഞ്ഞു, മുംതാസൻ സനഊദുഹു ഫിൽ മസാഇ ഇൻഷാ അല്ലാഹ് വളരെ നല്ല കാര്യം, നമുക്ക് അദ്ദേഹത്തെ വൈകുന്നേരം പോയി സന്ദർശിക്കാം. മുംതാസൻ എന്നതിൻ്റെ അർത്ഥം വളരെ നല്ലത്. സനഊദുഹു നമുക്ക് അദ്ദേഹത്തെ സന്ദർശിക്കാം. ഫിൽ മസാഇ വൈകുന്നേരത്തിൽ. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഉദ്ദേശിച്ചാൽ. ഇൻഷാ അല്ലാഹ് പറയുന്നത് നമ്മളൊരു കാര്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിന് ശേഷം ഇൻഷാ അല്ലാഹ് എന്ന് പറയണം. നമുക്ക് പാഠം ബാക്കി വായിക്കാം. വഫിൽ മസാഇ
ذهب محسن مع أبيه إلى المستشفى. വൈകുന്നേരം മുഹ്സിന് അവൻ്റെ വാപ്പയോടൊപ്പം ഹോസ്പിറ്റലിലേക്ക് പോയി. വഫിൽ മസാഇ വൈകുന്നേരത്തിൽ ദഹബ മുഹ്സിനുൻ മുഹ്സിൻ പോയി മഅ അബീഹി അവൻ്റെ വാപ്പയോടൊപ്പം ഇലൽ മുസ്തഷ്ഫ ഹോസ്പിറ്റലിലേക്ക് പോയി, ആശുപത്രിയിലേക്ക് പോയി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വഫിൽ മസാഇ, വഫി എന്നൊരു ഹർഫ് ജറുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. ഫി എന്നതിൻ്റെ അർത്ഥം ഇൽ എന്ന് വരും. ഫിൽ മസാഇ വൈകുന്നേരത്തിൽ ദഹബ മുഹ്സിനുൻ മഅ അബീഹി അവൻ്റെ വാപ്പയോടൊപ്പം പോയി ഇലൽ മുസ്തഷ്ഫ ആശുപത്രിയിലേക്ക്. ആശുപത്രി മുസ്തഷ്ഫ എന്നതിൻ്റെ അർത്ഥമാണ് ആശുപത്രി. ലേക്ക് എന്ന അർത്ഥം കിട്ടുന്നത് ഇല ചേർത്തത് കൊണ്ടാണ്. ഇലൽ മുസ്തഷ്ഫ ആശുപത്രിയിലേക്ക് അവൻ്റെ വാപ്പയോടൊപ്പം പോയി. വആദൽ മരീള അവർ രണ്ടുപേരും രോഗിയെ സന്ദർശിച്ചു. വഖാലൽ അബു ലിജദ്ദി സ്വാലിഹിൻ ലാ ബഅസ ത്വഹൂറുൻ ഇൻഷാ അല്ലാഹ്. നിങ്ങളിതൊരു പ്രശ്നമാക്കണ്ട, അള്ളാഹു നിങ്ങൾക്ക് ശമനം നൽകട്ടെ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വആദൽ മരീള, വആദ അവർ രണ്ടുപേരും സന്ദർശിച്ചു. അൽ മരീള രോഗിയെ. ആദ എന്നത് തസ്നിയാണ്, സർഫാക്കലാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആദ 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 സന്ദർശിച്ചു, ആദ അവർ രണ്ടുപേരെ സന്ദർശിച്ചു എന്നർത്ഥം. അങ്ങനെ രോഗിയെ സന്ദർശിച്ചതിന് ശേഷം അവർ പുറത്തിറങ്ങുകയാണ്. അതാണ് നമ്മുടെ പാഠത്തിൽ ഇനി പഠിക്കാനുള്ളത്. ثم خرج من تلك الغرفة فسأل محسن من هؤلاء يا أبي قال الأب هؤلاء ممرضات. അങ്ങനെ സ്വാലിഹിൻ്റെ വല്യുപ്പയെ സന്ദർശിച്ചതിന് ശേഷം അവർ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കുറച്ച് ആളുകളെ കണ്ടു. മുഹ്സിൻ ചോദിച്ചു, മൻ ഹഉലാഇ യാ അബി ഇവരൊക്കെ ആരാണ്? ഖാലൽ അബു അപ്പോൾ വാപ്പ പറഞ്ഞു, ഹഉലാഇ മുമർദിളാത്തുൻ ഇവരൊക്കെ നഴ്സുമാരാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മൻ ഹഉലാഇ ഇവരൊക്കെ ആരാണ്, ഇതാണ് നമ്മുടെ പാഠത്തിൻ്റെ പേര്. മൻ ഹഉലാഇ ഇവരൊക്കെ ആരാണ്? യാ അബി വാപ്പേ ഇവരൊക്കെ ആരാണ് എന്നാണ് മുഹ്സിൻ ചോദിച്ചത്. ഖാലൽ അബു വാപ്പ പറഞ്ഞു, ഹഉലാഇ മുമർദിളാത്തുൻ ഇവരൊക്കെ നഴ്സുമാരാണ്. മുമർദിളാത്ത് നഴ്സുമാർ. അപ്പോൾ ഖറജ, ഖറജ എന്നുണ്ട് ഫസ്റ്റ് വരിയിൽ. ഖറജ എന്ന് വെച്ചാൽ അവർ രണ്ടുപേരും പുറപ്പെട്ടു. മിൻ തിൽഖൽ ഉർഫ ആ റൂമിൽ നിന്ന്. ഫസഅല മുഹ്സിനും മൻ ഹഉലാഇ യാ അബി ഖാലൽ അബു ഹഉലാഇ മുമർദിളാത്തുൻ. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഓരോ വസ്തുക്കളെ കാണുമ്പോഴും വാപ്പ മുഹ്സിന് വിശദീകരിച്ച് കൊടുക്കുന്നതാണ് നമ്മുടെ ശേഷം പറയുന്നത്. പിന്നെ ഷറഹൽ അബു വാപ്പ വിശദീകരിച്ചു ലി മുഹ്സിനിൻ മുഹ്സിനിന് വിശദീകരിച്ചു കൊടുത്തു, മുഹ്സിനോട് വിശദീകരിച്ചു കൊടുത്തു. ജമീഅ മാ റഅ ഫിൽ മുസ്തഷ്ഫ ആശുപത്രിയിൽ കണ്ട മുഴുവൻ കാര്യങ്ങളെയും. ഫഖാല അദ്ദേഹം പറഞ്ഞു, ഹാദാ മുഖ്തബറുൻ ഇതാണ് ലബോറട്ടറി. മുഖ്തബറുൻ ലബോറട്ടറി. വഹാദിഹി സ്വൈദലിയത്തുൻ വഹാദിഹി സ്വൈദലിയത്തുൻ വദാലിക ഖിസ്മുൽ ഗിനായത്തിൽ മുറക്കസ വതിൽക ഉർഫത്തുൽ അമലിയാത്ത്. ഒന്നുകൂടെ വായിച്ചു നോക്കുക. വഹാദിഹി സ്വൈദലിയത്തുൻ ഇതാണ് ഫാർമസി. വദാലിക ഖിസ്മുൽ ഗിനായത്തിൽ മുറക്കസ അത് അവിടെ കാണുന്നത് ഖിസ്മുൽ ഗിനായത്തിൽ മുറക്കസ അത് ICU ആണ്, തീവ്ര പരിചരണ വിഭാഗം. ICU എന്നർത്ഥം. അത് ICU ആണ്. വതിൽക ഉർഫത്തുൽ അമലിയാത്ത് അത് ഉർഫത്തുൽ അമലിയാത്ത് അതിൻ്റെ അപ്പുറം കാണുന്നത് ഉർഫത്തുൽ അമലിയാത്ത് ഓപ്പറേഷൻ തിയേറ്റർ ആണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ പാഠഭാഗം നമ്മൾ അർത്ഥം വായിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം ഇവിടെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. പാഠഭാഗത്തിൽ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. നക്റഹു വനഫ്അമു അസ്മാഅൽ ഇഷാറ ആ ചിത്രങ്ങൾ കൊടുത്തത്
ഇസ്മുൽ ഇഷാറത്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഇസ്മുൽ ഇഷാറ എന്ന് പറയുന്നത് ഒരു വസ്തുക്കളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്ന ഹാദ, ഹാദിഹി, തിൽക്ക, ഈ കാര്യങ്ങൾക്കാണ് നമ്മൾ ഇസ്മുൽ ഇഷാറ എന്ന് പറയുന്നത്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഹാദ മുഖ്തബറുൻ, ഇത് ലബോറട്ടറിയാണ്. അടുത്ത ചിത്രം ഹാദിഹി സ്വൈദലിയത്തുൻ, ഇതൊരു ഫാർമസിയാണ്. ഇതിനുശേഷം പറയാണ് ഹ ഉലാഇ മുമർരിളാത്തുൻ, അവിടെ കാണുന്ന ആ കൂട്ടരുണ്ടല്ലോ അവരാണ് മുമർരിളാത്തുൻ. ആരെ നമ്മൾ പാഠത്തിൽ പഠിച്ചു? നെയ്സുമാർ. മുമർരിളാത്തുൻ നെയ്സുകൾ. ذلك قسم العناية المركزة, ذلك അത് ഖിസ്മുൽ ഇനായത്തിൽ മുറക്കസ, അതാണ് ICU. ICU എന്ന് വെച്ചാൽ തീവ്ര പരിചരണ വിഭാഗത്തിനാണ് ICU എന്ന് പറയുന്നത്. തിൽക ഉർഫത്തുൽ അമലിയാത്ത്, തിൽക ഉർഫത്തുൽ അമലിയാത്ത്, അതെന്താണ്? ഓപ്പറേഷൻ തിയേറ്റർ ആണ്. തിൽക ഉർഫത്തുൽ അമലിയാത്ത്, അത് ഓപ്പറേഷൻ തിയേറ്റർ ആണ്. ഉലായിക്ക, അവിടെയുള്ള ആളുകൾ അതിബ്ബാഉൻ, ഡോക്ടർമാരാണ്, ഡോക്ടേഴ്സാണ്. അങ്ങ് ദൂരെയുള്ളത് ഉലായിക്ക, അവർ അതിബ്ബാഉൻ ഡോക്ടേഴ്സാണ്. നമ്മുടെ പാഠത്തിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട് അസ്മാഉൽ ഇഷാറത്തി ലിൽ ഖരീബ് എന്നൊരു കോളം. അടുത്ത ആളുകൾക്ക് വേണ്ടി അവരെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഹാദ, ഹാദാനി, ഹഉലാഇ, ഹാദിഹി, ഹാതാനി, ആഹുലായി. ഹാദ ഇത്, ഹാദാനി ഇത് രണ്ടും, ഹഉലാഇ ഇവർ, ഹാദിഹി ഇവൾ, ഇവൾ എന്ന് വെച്ചാൽ മുഅന്നസായിട്ടാട്ടോ ഹാദിഹി ഉള്ളത്. ഹാദ ഹാദിഹി, ഹാദ മുദക്കറും ഹാദിഹി മുഅന്നസുമാണ്. ഹാതാനി ഇവർ രണ്ടുപേര്, ഹഉലാഇ ഈ കൂട്ടർ, ഹഉലാഇ ഈ കൂട്ടർ, ഇവർ എന്നർത്ഥം. അപ്പോൾ ഹാതാനി, ഹാദാനി ഇവർ രണ്ടുപേര് എന്ന് നമുക്ക് ഉപയോഗിക്കാം. അത് മുഅന്നസിന് ഹാതാനിയും ഹാദാനി, മുദക്കറിന് ഹാദാനിയുമാണ്. മുഅന്നസ് എന്ന് വെച്ചാൽ സ്ത്രീലിംഗവും മുദക്കർ പുല്ലിംഗവുമാണ്. അത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ അസ്മാഉൽ ഇഷാറത്തി ലിൽ ബഈദി, ദൂരെയുള്ള വസ്തുക്കളെ ചൂണ്ടിക്കാണിക്കാൻ ഉപയോഗിക്കുന്ന ഇസ്മുകൾ അതേതൊക്കെയാണ് എന്നതാണ്. ദാലിക, ദാനിക, ഉലായിക, തിൽക, താനിക, ഉലായിക. ദാലിക അത്, ദാനിക അവ രണ്ടും, ഉലായിക അവർ അങ്ങ് ദൂരെയുള്ളവർ. ഹഉലാഇ, ഉലായിക ഇത് തമ്മിലുള്ള വ്യത്യാസം. ഹഉലാഇ എന്ന് വെച്ചാൽ ഇവർ, ഇവിടെ അടുത്തുള്ള ഈ കൂട്ടം ആളുകൾക്കാണ് ഇവർ എന്ന് പറയാം. ഉലായി, ഹഉലായി എന്ന് പറയാം. ഉലായിക്ക് എന്ന് വെച്ചാൽ നമുക്ക് അപ്പുറത്തുള്ള കുറച്ച് ദൂരെയുള്ള ആളുകൾക്കാണ് ഉലായിക്ക ഉപയോഗിക്കുക. ഉലായിക്ക അവിടെയുള്ള ആ ആളുകൾ, അവർ എന്നാണ് അതിൻ്റെ അർത്ഥം. തിൽക അത്, താനിക അത് രണ്ടും, ഉലായിക്ക അവർ. ഇൻഷാ അല്ലാഹ് അപ്പോൾ അസ്മാഉൽ ഇഷാറത്ത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുന്നതായി വിചാരിക്കുന്നു. അടുത്തത് നുകമ്മിലുൽ ജുംലത ബിൽ മുനാസിബി മിമ്മാ ബൈനൽ ഖൗസൈനി. ഈ വർക്ക് നമ്മൾ ചെയ്യണം. നമ്മുടെ പാഠഭാഗത്ത് 4 ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളുടെ തുടക്ക ഭാഗങ്ങളിൽ ചില കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട്, വാക്കുകൾ വിട്ടുപോയിട്ടുണ്ട്. അവിടെ നമ്മൾ ഇടതുഭാഗത്ത് തന്ന കോളത്തിൽ നിന്ന് ബ്രാക്കറ്റുകളിൽ നിന്ന് എടുത്തെഴുതണം. ഹഖീബത്തുൻ എന്നതാണ്. ഹഖീബത്തുൻ എന്ന വാക്കിൻ്റെ തൊട്ട് മുമ്പ് വിട്ടുപോയത് ഹാദ, ഹാദിഹി എന്നീ 2 കാര്യങ്ങളിൽ നിന്ന് ഒന്നെടുത്ത് എഴുതണം. അപ്പോൾ ഏതാണ് എഴുതുക? ഹഖീബത്തുൻ, അവസാനം ഒരു ഹാത്ത ഉണ്ട് അല്ലേ? അപ്പോൾ അത് മുഅന്നസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഹഖീബത്തുൻ സ്ത്രീലിംഗാണ്. അപ്പോൾ എന്താക്കണം? ഹാദിഹി, ഹാദിഹി എടുത്ത് എഴുതണം. അപ്പോൾ ഒന്നാമത്തേത് ഹാദിഹി ഹഖീബത്തുൻ. രണ്ടാമത്തത് തൊബീബുൻ. തൊബീബുൻ എന്നതിൻ്റെ മുമ്പ് എന്തോ ഒന്ന് വിട്ടുപോയിട്ടുണ്ട്. ദാലിക, തിൽക ഈ 2 ഓപ്ഷനാണുള്ളത്. തൊബീബ് എന്ന് വെച്ചാൽ ഡോക്ടർ എന്നർത്ഥം. തൊബീബുൻ ആൺ ഡോക്ടർക്കാണ് തൊബീബ് എന്ന് പറയുന്നത്, മെയിൽ ഡോക്ടറിന്. തൊബീബത്തുൻ എന്ന് പറഞ്ഞാൽ ഫീമെയിൽ ഡോക്ടർ ആവും. തൊബീബത്തുൻ എന്ന് വെച്ചാൽ ഫീമെയിലാണ്. അപ്പോൾ തൊബീബുൻ എന്നാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കണം?
ദാലിക തിൽക രണ്ട് ഓപ്ഷൻ ഉണ്ട്. ദാലിക ഉപയോഗിക്കണം. ദാലിക ത്വബീബുൻ, ദാലിക ത്വബീബുൻ. മൂന്നാമത്തത് ദാരിസത്താനി, ഇവ രണ്ട് വിദ്യാർത്ഥിനികൾ എന്നർത്ഥം. അപ്പോൾ ഹാദാനി ഹാത്താനി ഉണ്ട് ഉപയോഗിക്കേണ്ടത്. ഹാത്താനി ഹാത്താനി, ഹാദാനി ഹാത്താനി ഉണ്ട് നമ്മൾ ഉപയോഗിക്കുക. ദാരിസത്താനി മുഅന്നസാണ്, അപ്പോൾ എന്തുപയോഗിക്കണം? ഹാത്താനി ദാരിസത്താനി, ഇവർ രണ്ടുപേരും വിദ്യാർത്ഥിനികളാണ്, വിദ്യാർത്ഥിനികളാണ്. നാലാമത്തത് മുഅല്ലിമൂന, മുഅല്ലിമൂന. ദാലിക ഉലായിക്ക രണ്ട് ഓപ്ഷൻ ഉണ്ട്. ദാലിക്കയാണോ ഉലായിക്കയാണോ? മുഅല്ലിമൂന ഉസ്താദുമാർ എന്നാണ് അർത്ഥം. മുഅല്ലിമൂന ഉസ്താദുമാർ എന്നാണ് അർത്ഥം. അപ്പോൾ എന്ത് ഉപയോഗിക്കണം? മുദക്കറാണല്ലേ. അപ്പോൾ ഉലായിക്ക, ഉലായിക്ക അവര് മുഅല്ലിമൂന ഉസ്താദുമാരാണ്. അപ്പോൾ ഒന്നാമത് ആദിഹി, രണ്ടാമത് ദാലിക, മൂന്നാമത് ഹാത്താനി, നാലാമത് ഉലായിക്ക എന്നതാണ് എടുത്തെഴുതേണ്ടത്. അടുത്തതായി പാഠഭാഗത്തുള്ളവർക്ക് നുലാഹിലുൽ മുഫ്രദ വൽ ജംഅ, മുഫ്രദിനെയും ജംഇനെയും മനസ്സിലാക്കാനാണ്. ത്വബീബുൻ, ത്വബീബ് ഡോക്ടർ, അതിൻ്റെ ജംഅ അതിബ്ബാഉൻ ഡോക്ടേഴ്സ് എന്നർത്ഥം. ഇവിടെ മനസ്സിലാക്കേണ്ടത് മുഫ്രദ് എന്ന് വെച്ചാൽ ഒരാളുകൾ, ഒരു വസ്തു എന്നർത്ഥം. അതിൻ്റെ ജംഅ അത് ഒരുപാട് ആളുകൾ ഉണ്ടാകുമ്പോൾ ജംആയിട്ട് ഉപയോഗിക്കും. ത്വബീബ് ഒരു ഡോക്ടറാണ്. അതിബ്ബാഉൻ കുറേ ഡോക്ടേഴ്സ്, അപ്പോൾ ഡോക്ടേഴ്സ് എന്ന് പറയാം കുറേ ആളുകൾ. പിന്നെ മുമർരിളത്തുൻ ഒരു നെയ്സ്, മുമർരിളത്തുൻ, മുമർരിളത്തു നെയ്സ്, അതിൻ്റെ ജംആണ് മുമർരിളത്തു നെയ്സുകൾ. അതിനുശേഷം നമുക്ക് ചില വാക്കുകളുടെ അർത്ഥങ്ങൾ പഠിക്കാൻ തന്നിട്ടുണ്ട്, ഒന്ന് നോക്കാം. ഹസീനുൻ, മരീളുൻ, സമിഅ, റഅ, 4 വാക്കുകളാണുള്ളത്. ഹസീനുൻ, ഹസീന് നമ്മൾ പഠിച്ചല്ലോ, പാഠത്തിൻ്റെ തുടക്ക ഭാഗത്തുണ്ട്. ഹസീനുൻ ദുഃഖിതനായിട്ട്. മരീളുൻ ഹസീൻ ദുഃഖിതൻ, മരീളുൻ രോഗി, സമിഅ കേട്ടു, റഅ കണ്ടു. അപ്പോൾ ഇത്രയുമാണ് 4 വാക്കുകളുടെ അർത്ഥം. ഒന്നുകൂടി പറയാം. ഹസീനുൻ ദുഃഖിതൻ, മരീളുൻ രോഗി, സമിഅ കേട്ടു, റഅ കണ്ടു. ഇൻഷാ അല്ലാഹ് നമ്മുടെ പാഠഭാഗം ഇതോടുകൂടി അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്.